അടിക്കുമ്പോ തല ചേർത്തടിക്കണം. പ്രേക്ഷകർ ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് കാട്ടാളൻ. The Notorious Saint. ആനക്കൊമ്പ് കള്ളക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ പകയുടെയും പോരാട്ടത്തിന്റെയും കഥ പറയുന്നു. IMDb മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ലിസ്റ്റിൽ ഒന്നാമതെത്തിയ ചിത്രത്തിൽ തുഷാര വിജയനാണ് നായിക. ഒരാൾ ഇറുക്കുമാരി. KGF സംഗീത സംവിധായകൻ രവി ബസ്രൂറിന്റെ സംഗീതവും ലോകപ്രശസ്ത സ്റ്റണ്ട് കൊറിയോഗ്രാഫറുടെ സംഘട്ടനവും പ്രധാന ആകർഷണങ്ങളാണ്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ മലയാളത്തിലെ ഏറ്റവും വയലൻസ് നിറഞ്ഞ സിനിമയെന്ന വിശേഷണവുമായി എത്തിയ മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം ആന്റണി വർഗീസ്, പെപ്പെ, തുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന കാട്ടാളൻ IMDb മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവീസ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത്. ഡിയോൾ ബാൻഡ് 2, ചാന്ദ് മേരാ ദിൽ, കറുപ്പ്, ടോക്സിക് തുടങ്ങിയ ചിത്രങ്ങളാണ് തൊട്ടു പിന്നിലുള്ളത്. പ്രേക്ഷകർ ഈ വർഷം ഏറെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെട്ട IMDb പട്ടികയിൽ കാട്ടാളൻ കൂടാതെ അതിരടി മാത്രമാണ് മലയാളത്തിൽ നിന്ന് ആദ്യ 10-ലുള്ളത്. കാട്ടാളൻ ഈദ് റിലീസായി മെയ് 28-ന് തിയേറ്ററുകളിലെത്തും. ആനക്കൊമ്പ് കള്ളക്കടത്തിന്റെ ഏറ്റവും ഭയാനകവും വന്യവുമായ ദൃശ്യങ്ങളുമായാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുന്നതെന്നാണ് ട്രെയിലർ നൽകിയ സൂചനകൾ. ചോരക്കളിയുടെ ഇതുവരെ കാണാത്ത കാഴ്ചകളും ആക്ഷൻ വെടിക്കെട്ടും മാസ്മരികവും ചടുലവുമായ ദൃശ്യങ്ങളുമായാണ് സിനിമയെത്തുന്നത് എന്നാണ് മനസ്സിലാക്കാനാവുന്നത്. രവി ബസ്രൂർ ഒരുക്കുന്ന ഹരം കൊള്ളിക്കുന്ന സംഗീതമാണ് സിനിമയുടെ ഹൈലൈറ്റ്. ആനക്കൊമ്പുകൾക്കും ആയുധ കൂമ്പാരങ്ങൾക്കും നടുവിൽ ചിത്രത്തിലെ താരങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള പോസ്റ്ററും ചിത്രത്തിലെ യുവതാരനിരയെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററും ഈയിടെ ശ്രദ്ധ നേടിയിരുന്നു. ആനവേട്ടയുടെയും പകയുടെയും പോരാട്ടത്തിന്റെയും കഥ പറയുന്ന ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ ത്രില്ലറാണ് കാട്ടാളൻ എന്നാണ് ലഭിക്കുന്ന സൂചന. മെയ് മാസത്തിലെ ചൂടിൽ തിയേറ്ററുകളിൽ ആവേശത്തിന്റെ തീപ്പൊരി പാറിക്കാൻ കാട്ടാളൻ എത്താനൊരുങ്ങുമ്പോൾ പ്രേക്ഷകരും ഏറെ ആവേശത്തിലാണ്. നിങ്ങൾക്കത് ഹറാമായിരിക്കും, എനിക്കിത് ഹലാല. കേരളത്തിൽ കാട്ടാളൻ ആദ്യ ഷോ രാവിലെ 7 മണി മുതൽ. ഗംഭീര അഡ്വാൻസ് ബുക്കിംഗ് ട്രെൻഡുമായി ക്യൂബ്സ് എന്റർടൈൻമെന്റ് ചിത്രം ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ത്രില്ലർ കാട്ടാളൻ 2026 മെയ് 28-ന് ആഗോള റിലീസിനെത്തുന്നു. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ത്രില്ലർ ചിത്രമായ കാട്ടാളൻ ആഗോള റിലീസിന് ഒരുങ്ങുകയാണ്. 2026 മെയ് 28-നാണ് ചിത്രം ആഗോള റിലീസായി തിയേറ്ററുകളിൽ എത്തുക. ഇപ്പോഴിതാ ചിത്രത്തിന്റെ കേരളത്തിലെ ആദ്യ ഷോയുടെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. തൃശൂർ ജോസ് തിയേറ്ററിൽ മെയ് 28 രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന ഫാൻസ് ഷോയോടെയാണ് ചിത്രം ആഗോള പ്രദർശനം ആരംഭിക്കുക. ദിവസങ്ങൾക്ക് മുൻപേ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ച ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ഗംഭീര ബുക്കിംഗ് ട്രെൻഡിംഗ് ആണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ആഗോള ഓപ്പണിംഗ് കണക്ഷനുകളിലൊന്ന് കാട്ടാളൻ സ്വന്തമാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പാൻ ഇന്ത്യൻ റിലീസായി ഒരുങ്ങുന്ന ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ബ്രഹ്മാണ്ഡ സിനിമകളിലൊന്നായാണ് എത്തുക. നവാഗതനായ പോൾ ജോർജാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. മാർക്കോ
എന്ന പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലറിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. ഗംഭീര ആക്ഷൻ ത്രില്ലറായൊരുക്കിയ ചിത്രത്തിന്റെ ട്രെയിലർ, ടീസർ എന്നിവ നൽകിയ പ്രതീക്ഷകൾ പ്രേക്ഷകരെ ഏറെ ആവേശത്തോടെ ഈ ചിത്രം കാത്തിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ആന്റണി വർഗീസ് നായകനായി എത്തുന്ന ചിത്രത്തിൽ അദ്ദേഹത്തോടൊപ്പം വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത്. തുഷാര വിജയൻ നായികയായി മലയാളത്തിലെത്തുന്ന ചിത്രത്തിൽ പുഷ്പ, ജയിലർ എന്നിവയിലൂടെ ശ്രദ്ധ നേടിയ തെലുങ്കു താരം സുനിൽ, മാർക്കോയിലൂടെ മലയാളത്തിലെത്തി ശ്രദ്ധ നേടിയ കബീർ ദുഹാൻ സിംഗ്, പുഷ്പ ഫെയിം തെലുങ്കു താരം രാജ് തിരാൻഡുസു, കിൽ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിന്ദി ചിത്രത്തിലൂടെ പ്രശംസ നേടിയ ബോളിവുഡ് താരം പാർത്ത് തിവാരി, മലയാളത്തിൽ നിന്നും ജഗദീഷ്, സിദ്ദിഖ്, വ്ളോഗറും സിംഗറുമായ ഹനാൻ ഷാ, ഹിപ്സ്റ്റർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ ഒരേ സമയം അമ്പരപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്ന സംഘട്ടന രംഗങ്ങൾ ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുമെന്നാണ് സൂചന. അതിനൊപ്പം ചിത്രത്തിൽ നിന്ന് പുറത്തുവന്ന ഗാനങ്ങളും ശ്രദ്ധേയമാണ്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത പശ്ചാത്തലത്തിലാണ് ചിത്രം കഥ പറയുന്നതെന്നാണ് റിപ്പോർട്ട്. മലയാള സിനിമ ഇതുവരെ കാണാത്ത മെഗാ ക്യാൻവാസിലൊരുക്കിയ ചിത്രത്തിൽ ഓങ് ബാക്ക് സീരീസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ഷൻ ത്രില്ലറുകൾക്ക് സംഘട്ടനമൊരുക്കിയ ലോകപ്രശസ്തനായ കെച്ച കെമ്പാങ്ഡിയുടെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും നേതൃത്വത്തിലാണ് ആക്ഷൻ രംഗങ്ങൾ തായ്ലൻഡിൽ ചിത്രീകരിച്ചത്. ഓങ് ബാക്ക് സീരീസിലൂടെ വലിയ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും ചിത്രത്തിലുണ്ട്. KGF, സലാർ എന്നിവയിലൂടെ പാൻ ഇന്ത്യൻ ലെവലിൽ തരംഗമായ കന്നഡ സംഗീത സംവിധായകൻ രവി ബസ്രൂർ സംഗീതമൊരുക്കിയ ചിത്രം ജോബി വർഗീസ്, പോൾ ജോർജ്, ജെറോ ജേക്കബ് എന്നിവർ ചേർന്നാണ് രചിച്ചത്. ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കിയത് ഉണ്ണി ആർ ആണ്.